നമസ്കാരം. മധ്യേഷ്യയിലെ വിഷയങ്ങൾ, പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ ഇന്നലെ ഏകദേശം ഒരാഴ്ച പൂർത്തിയാക്കി. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ട്രംപ് ഒരാഴ്ചയുടെ ഉള്ളിൽ അദ്ദേഹം പരിപൂർണ വിജയമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, 10 എത്ര പോയിന്റാണ് ഈ യുദ്ധത്തിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ 10 15 പോയിന്റാണ് ഞാനിത് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 15 out of 10 എന്ന് പറഞ്ഞാൽ വിചാരിച്ചതിൽ എത്രയോ അധികം വലിയ വിജയം എന്ന നിലയിലാണ് ട്രംപ് ഈ ഒരു സംഗതിയെ കാണുന്നത്. വാസ്തവത്തിൽ ട്രംപും ഇസ്രായേലും ഇതിനകത്ത് ഈക്വൽ അലൈസ് ആണ്. ഇസ്രായേൽ ഇതിനകത്ത് പ്രതികരണങ്ങളൊക്കെ വളരെ മിനിമമാണ്. ട്രംപ് വളരെ വോസിഫറസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ആണ് രണ്ടു കൂട്ടർക്കും വേണ്ടി ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഈ വാറിനകത്തുണ്ടായ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് പെഷേസ്കിയാന്റെ ആ പ്രസ്താവനയാണ്. അദ്ദേഹം ഇന്നലെ ഉച്ചയോടെ, നമ്മളുടെ ഇന്ത്യൻ സമയം ഉച്ചയോടെ, ഗൾഫ് രാജ്യങ്ങളോട് അദ്ദേഹം ഇനി ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയില്ല എന്നും സംഭവിച്ചു പോയതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു എന്നതുമായ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി. അപ്പൊ നമ്മൾ വിചാരിച്ചു നന്നായി പോയി എന്ന് വിചാരിച്ചു. അപ്പൊ ഇദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴൊരു 3 പേരുടെ ഒരു ലീഡർഷിപ്പ് കൗൺസിലാണ് ഇറാനെ നയിക്കുന്നത് എന്നാണ് ആ ലീഡർഷിപ്പ് കൗൺസിലിന്റെ തലപ്പത്തുള്ള ആളാണ് ഇറാന്റെ പ്രസിഡന്റായിട്ട് പെഷേസ്കിയാൻ. അപ്പം ഈ പെഷേസ്കിയാനെ കൂടാതെ ആ ലീഡർഷിപ്പ് കൗൺസിലിനകത്തുള്ളത് ഗൊലാം മൊഹസൈനി എന്ന് പറയുന്ന അവരുടെ ചീഫ് ജസ്റ്റിസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പോലെ ഒന്നും വിചാരിച്ചു കളയരുത്. നല്ല മനോഹരമായ വേഷവും നല്ല മനോഹരമായ താടിയും തലക്കെട്ടും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് സ്കൂളിൽ പോയിട്ടില്ല. പുള്ളി മദ്രസയിലെ പഠിച്ച് പിന്നെ ഈ ഇസ്ലാമിക് ലോയിലൊക്കെയാണ് പുള്ളിയുടെ ശരിയ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഗവേഷണവും പാഠങ്ങളൊക്കെ ഉള്ളത്. അതിനകത്തുനിന്ന് പുറത്തു വന്ന് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പാഠങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഗമനയെ പ്രസ്താവിച്ച ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കന്യകളായിട്ടുള്ള പെൺകുട്ടികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ കൊല്ലേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊല്ലുന്നതിന് മുൻപ് അവരെ റേപ്പ് ചെയ്തിരിക്കണം. കാരണം കന്യകളായിട്ട് അവർ സ്വർഗത്തിലോട്ട് പോകരുതെന്ന മറ്റോ ഈ നിയമത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം ഗവേഷണ പാഠങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ ചീഫ് ജസ്റ്റിസ്. അപ്പൊ അദ്ദേഹമാണ് രണ്ടാമത്തെ ഈ കൗൺസിലുള്ള ആള്. മൂന്നാമത്തെ ആള് ആയത്തുള്ള അലിസേറ അറാഫി എന്ന് പറയുന്ന ചീഫ് ക്ലറിക്കാണ്. അപ്പൊ ഈ ആയത്തുള്ള എന്ന് പറയുന്നത് ഒരു ക്ലറിക്കുമാരുടെ ഒരു സീരീസ് ആണ്. നമ്മളുടെ ഈ നാട്ടിൽ ഇവിടെയൊക്കെ മറ്റേ നേതാക്കന്മാരായിട്ടുള്ള ചില ഫാമിലികളെ കുറിച്ച് പറയുമല്ലോ, അവര് പിന്നെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്ന ഒരു ക്ലറിക് ഫാമിലി എന്നുള്ളതാണ് ആയത്തുള്ള. അപ്പൊ അവര് അവിടുത്തെ ഒരു ചീഫ് ക്ലറിക് എന്ന് വേണമെങ്കിൽ, അല്ലെ ചീഫ് പുരോഹിതൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ. ഇങ്ങനെ 3 പേരാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതില് അതിന്റെ തലപ്പത്തുള്ള ആള് എന്ന നിലയിൽ മറ്റുള്ളവരോട് ആലോചിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പെഷേസ്കിയാൻ ഈ പ്രസ്താവന നടത്തിയത്. പക്ഷെ 1 മണിക്കൂറിലുള്ള അദ്ദേഹം പ്രസ്താവന തിരുത്തി. അദ്ദേഹം തിരുത്തിയത് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായില്ലെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം തിരുത്തി. പക്ഷെ പിന്നീട് ഒരുപാട് തിരുത്തലുകൾ വന്നു. IRGCയുടെ സ്പോക്സ് പേഴ്സൺ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അവിടെ പിന്നെ ഈ അമേരിക്കയുടെ മിലിറ്ററി താവളങ്ങൾ ഉള്ളിടത്തോളം കാലം അവരെ ആക്രമിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് അദ്ദേഹം ഒന്ന് മയപ്പെടുത്തി, ഇനി ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാലാണ് ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാതൊരു വാക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായി. കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഈ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു ഇതൊരു കീഴടങ്ങലാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമൊന്നുമല്ല, ഇദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുറിച്ചിടുകയും ചെയ്തു. അപ്പോഴവിടെ നിശ്ചയമായിട്ടും ഈ ലീഡർഷിപ്പിലെ വലിയൊരു സ്പ്ലിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കൂടാതെ ഇന്നലെ രാത്രിയിൽ ആദ്യം ദുബായ്ക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്, പിന്നീട് സൗദി അറേബ്യക്കെതിരെ ആക്രമണം ഉണ്ടായി, ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായി, കുവൈറ്റിന് നേരെ ആക്രമണം ഉണ്ടായി. കുവൈറ്റിലെ 2 സുരക്ഷാ സേനയിൽ 2 ആളുകൾ കൊല്ലപ്പെട്ടു. ദുബായില് ഒരു മനുഷ്യന് കൊല്ലപ്പെട്ടു. അദ്ദേഹം ഏഷ്യൻ ഏതോ ഒരു രാജ്യക്കാരാണ്. അത് മറ്റേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പൗരനല്ല, അവിടെ ഉള്ള ആളാണ്. ഇനി അവിടുത്തെ പൗരനാണെങ്കിലും അല്ലെങ്കിലും ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ രാജ്യത്തിന്റെ എല്ലാ റൈറ്റും ഉള്ള ആളാണ്. ആ രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുമ്പോൾ ആ രാജ്യത്തെ ഒരു പൗരൻ കൊല്ലപ്പെടുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഇന്നലെ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവര് ആക്രമണം നിർത്തിയെന്ന് പറയാനല്ല, ധാരാളമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി, ഡ്രോൺസ് ഉണ്ടായി. ഇപ്പൊ പുതിയ വിവരം അനുസരിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ പ്രയോഗിക്കുന്ന ഡ്രോണുകളെ അവർ നിർവീര്യമാക്കുന്നത് ലേസർ ടെക്നോളജി ഉപയോഗിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലേസറിന്റെ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പലരും നമ്മളുടെ ഈ ടോക്കിന്റെ ചോട്ടിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, അന്ത്യ ലേസർ ടെക്നോളജി എന്തായി? ലേസർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇവര് ഡ്രോൺസിനെയൊക്കെ വീഴുന്ന ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഡ്രോണുകൾ ഒന്നും സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അവര് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ, ഇസ്രായേലിലോ അല്ലെങ്കിൽ അമേരിക്കൻ സൈറ്റുകളിലോ എത്തിക്കാൻ
ഇറാനെ കൊണ്ട് സാധിക്കുന്നില്ല. കുറച്ച് ഡ്രോണൊക്കെ ദുബായിലൊക്കെ കൊണ്ടുവന്ന് വീഴിക്കാൻ സാധിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ സാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ പറ്റിയിട്ടില്ല. സൗദി അറേബ്യയിൽ വീണതൊക്കെ മിസൈലുകളാണ്. അപ്പോൾ ഡ്രോൺ യൂസേജ് ഏകദേശം ഒരു ടോട്ടൽ ഫെയിലിയർ ആണ് എന്ന നിലയിലാണ് ഇപ്പം ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഡ്രോൺ വിക്ഷേപണത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ശ്രീ പെഷേസ്കിയാൻ എന്ന് പറയുന്ന ഭരണതലപ്പത്തുണ്ട് എന്ന് പറയുന്നയാള് പ്രസ്താവിച്ചതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവരുടെ നാട്ടിൽ നിന്നുണ്ടായതോടെ ഈ ലീഡർഷിപ്പ് കൗൺസിലൊന്നും ഇതിനകത്തൊരു കാര്യമില്ല. ഇത് IRGCയുടെ നിയന്ത്രണം. യുദ്ധം എന്ന് പറയുന്നത് പരിപൂർണമായും ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന റെജിമിന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ചുമതല നിർവഹിക്കുന്ന ആ പോലീസിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ആ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യം നടക്കുന്നത്. രാജ്യത്തിന്റെ പട്ടാളം അല്ല ഇത്. രാജ്യത്തിന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ ജനത്തെ സംരക്ഷിക്കുന്ന പട്ടാളമാണ്. ഇത് റെജിമിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ സംരക്ഷിക്കുന്ന എല്ലാ ഭരണകൂടത്തെ സംരക്ഷിക്കുന്ന ഈ പട്ടാളമാണ്. ഈ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും അവർക്ക് ഒരു കാലത്തും ദുബായിയോടൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അത് വെസ്റ്റേൺ ലൈഫുള്ള സ്ഥലമാണ്. ഒരു ഗൾഫ് രാജ്യത്ത് വെസ്റ്റേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അസൂയ അവർക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഈ ദുബായി ആക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ചേതോ വികാരം എന്ന് പറയുന്നത് അവർ വെസ്റ്റേൺ ലൈഫ് ഏകദേശം ദുബായിൽ ഏകദേശം വെസ്റ്റേൺ ലൈഫാണ്. അത് തീരെ സഹിക്കാൻ പറ്റാത്ത മൊല്ലാമാരാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ആക്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നുണ്ട്. മറ്റേ 6-ാം നൂറ്റാണ്ടിലെ മൃഗങ്ങളെ പോലെയല്ല ജീവിക്കുന്നത്. അപ്പൊ അത് തിരിച്ചറിഞ്ഞുള്ള അസൂയയാണ് പ്രധാനമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് പിന്നിലെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അല്ലാണ്ട് അമേരിക്കയുടെ ബേസ് അവിടെ ഉള്ളതുകൊണ്ടൊന്നുമല്ല. അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ അവർ ആക്രമിക്കുന്നുണ്ട്. ചില ഒലപ്പടക്കങ്ങളൊക്കെ അവിടെ ചെന്ന് പൊട്ടിയിട്ടുണ്ട്. അവരുടെ ചില റഡാർ സംവിധാനങ്ങൾ കേടുപറ്റിയിട്ടുണ്ട്. അതൊക്കെ അവർ റിപ്പയർ ചെയ്തോളൂ. യുദ്ധത്തിന്റെ ഭാഗമാണ്, പലതും സംഭവിക്കും. ഇന്നലെ ഇറാൻ അവകാശപ്പെട്ടതനുസരിച്ച് അമേരിക്കയുടെ ഒരുപാട് പട്ടാളക്കാരെ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന പ്ലെയിൻ കാരിയർ വിമാനവാഹിനി കപ്പൽ അവർ മുക്കിയിട്ടുണ്ട്. അമേരിക്കനെ തന്നെ കീഴ്പ്പെടുത്തിയെന്നൊക്കെ ചിലപ്പം ഈ മാതിരിയുള്ള പ്രസ്താവന നൽകും. മറ്റേ നമ്മുടെ ട്രംപ് ഞങ്ങളുടെ പെട്ടിക്കകത്ത് ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള പ്രസ്താവനയും നമുക്ക് ഈ ദിവസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ട്. അതിന് അതിൻ്റെതായ മൂല്യം കൊടുത്താൽ മതി. എന്തായാലും ഇന്നലെ രാത്രി വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇസ്രായേലും അമേരിക്കയും അതിഭീകരമായിട്ട് ഇറാനിൽ കിടന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഇതുവരെ അവരുടെ എണ്ണ ശുദ്ധീകരണശാലകളെയോ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയോ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിച്ചിരുന്നില്ല. അപ്പം ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണം പ്രധാനമായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെയായിരുന്നു. അത് IRGCയുടെ സാമ്പത്തിക നട്ടെല്ലാം അടിച്ചോടിക്കാൻ വേണ്ടിയാണ്. ഈ IRGC ആണ് ഈ ഇവിടുത്തെ എണ്ണ വ്യാപാരവും അതിന്റെ ഡിസ്റ്ററികളും ഒക്കെ നിയന്ത്രിക്കുന്നത് IRGC ആണ്. അപ്പം IRGCയുടെ സാമ്പത്തിക സോഴ്സിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നതിന് മുൻപ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സംഭരണശാലകളും റിഫൈനറികളും 100% പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പാക്കേണ്ടവർക്കുണ്ട്. ഇറാന്റെ സൗദി അറേബ്യയുടെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് നമുക്കറിയാം. കുവൈറ്റിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് ആക്രമണം ഉണ്ടായത് അറിയാം. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, വലിയ തോതിൽ ചെറിയ തോതിൽ അവിടുത്തെ തീകളൊക്കെ കെടുത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇറാനിലത് കെടുത്താൻ പറ്റുന്ന തീയല്ല. അത് വളരെ വ്യാപകമായ തോതിൽ ഇസ്രായേൽ ഇന്നലെ ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്ക ഇതിലെ പ്രധാനമായിട്ട് ഉപയോഗിച്ചത് B-52 ബോംബേഴ്സാണ്. ഇത് B-2 ബോംബേഴ്സിന്റെ പഴയ വെർഷനാണ് B-52 എന്ന് പറയുന്നത്. B-2 ബോംബേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള ബോംബറാണ്. അതിന്റെ ഏകദേശം സെയിം കപ്പാസിറ്റി ഉള്ള ബോംബറാണ് B-52 എന്ന് പറയുന്നത്. പക്ഷെ അത് പഴയ ക്ലാസ് ആണ്. 10-60 വർഷം മുതൽ അമേരിക്ക കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ അതിന് സ്റ്റെൽത്ത് ടെക്നോളജി ഇല്ല. അപ്പൊ സ്റ്റെൽത്ത് ടെക്നോളജി ഇല്ലാത്ത ഈ ബോംബർ ഉപയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഇപ്പോൾ ഇറാന്റെ കയ്യിലില്ല എന്നൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഈ എയർക്രാഫ്റ്റ് മറ്റ് ചീപ്പറാണ്. ഇതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. ഇനി അഥവാ ഒരു ഫ്ലൈറ്റ് മിസ്സായാലും നഷ്ടപ്പെട്ടാലും അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് B-52 ബോംബേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ B-52 ബോംബേഴ്സ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുള്ള IRGCയുടെ ബേസുകൾ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ രാജ്യത്തൊക്കെ ഈ പട്ടാളക്കാരുടെ ക്യാമ്പുകൾ നമുക്കറിയാമല്ലോ, അവരുടെ കണ്ടിജൻസി ഏരിയകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിൽ കന്റോൺമെന്റ് ഏരിയകളിലൊക്കെ കൊണ്ടുപോയിട്ട് ബോംബിട്ട് പട്ടാളക്കാർ താമസിക്കുന്ന ഏരിയകൾ മുഴുവൻ തകർത്ത് കളയാണ്. IRGCയുടെ പട്ടാള ക്യാമ്പുകളും അവരുടെ ഫാമിലികൾ താമസിക്കുന്ന പ്രദേശങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന പണിയാണ് ഈ B-2 ബോംബേഴ്സ്. വ്യാപകമായ വലിയ ബോംബിങ്, ഏകദേശം 70,000 പൗണ്ട് ക്യാരി ചെയ്യാൻ ശേഷിയുള്ള വിമാനമാണ് B-52 ബോംബേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 500, 1000, 2000 പൗണ്ട് ശേഷികളുള്ള മിസൈലുകളാണ് പൊതുവെ ഇതിൽ കൊണ്ടുപോകുന്നത്. അവർ ഇന്നലെ ഇറാനിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1000 പൗണ്ട് ശേഷിയുള്ള മിസൈലുകളാണ്. അപ്പം അത്തരം 2 മിസൈലുകൾ വീണ് കഴിഞ്ഞാൽ ഒരു പ്രദേശം ബാക്കി ഉണ്ടാവില്ല. 1000 പൗണ്ട് ബോംബിനെ ക്യാരി ചെയ്യാനുള്ള ശേഷിയെ കുറിച്ചാണ് പറയുന്നത്, മിസൈലിന്റെ വെയിറ്റ് അല്ല പറയുന്നത്. അപ്പൊ അത് എക്സ്ട്രീംലി പ്രിസിഷൻ മിസൈലുകളും അല്ല, അതൊക്കെ B-2 ബോംബേഴ്സ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം എക്സ്ട്രീംലി പ്രിസിഷൻ മിസൈലുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ആ രീതിയിൽ ഇറാന്റെ ആകാശം ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് അവിടെ എന്തും ചെയ്യാവുന്ന സാഹചര്യമാണുള്ളത്. ഇറാന്റെ ആകാശ പ്രതിരോധം എന്ന് പറയുന്നത് ഏകദേശം തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന
ഈ പെഷേസ്കിയാന്റെ ഈ പ്രസ്താവനയെ, അതായത് ഞങ്ങൾ ഗൾഫ് രാജ്യം കൊണ്ട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത് ഇറാന്റെ ഒരു തോൽവിയായാണ് ട്രംപ് കാണുന്നത്. ട്രംപ് പറഞ്ഞു ഇറാൻ പരാജയം സംഭവിച്ചു എന്നതിന്റെ ലക്ഷണമാണത്. ഇത് പിന്നെ മനസ്താപം തോന്നിയിട്ട് പറഞ്ഞതൊന്നുമല്ല, ഇസ്രായേലും അമേരിക്കയും കൂടി ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ശക്തന്മാര് ഇടപെട്ടത് കൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളുടെ മുൻപിൽ ഇവർക്ക് മുട്ട് കുടിക്കേണ്ടി വന്നത്. അതായത് 6-ാം നൂറ്റാണ്ടുകാരന് 21-ാം നൂറ്റാണ്ടുകാരന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തി കൊണ്ടാണ്. ഞങ്ങൾ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാണ്, അവരെ കീഴടക്കിയതാണ്. അപ്പൊ ഇതൊരു കീഴടങ്ങലായിട്ടാണ് ട്രംപ് ഇതിനെക്കുറിച്ച് കണ്ടിട്ടുള്ളത്. അതിനിടയിലൂടെ രസകരമായ കാര്യം, കഴിഞ്ഞ ബുധനാഴ്ച ഖമനേയിയുടെ ഖബറടക്കം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഖമനയുടെ ഖബറടക്കം ഇതുവരെ നടന്നിട്ടില്ല. ഒന്നാമത് ഖബറടക്കാൻ വരുന്നത് ഉണ്ടോ എന്നറിയത്തില്ല. 2, ഖബറടക്കാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ്. ഖബറടക്കാൻ വേണ്ടി ആരും ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുന്നവന് തല പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം അത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്, പുറത്തെടുക്കാനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഇനി 6 US ഭടന്മാർ കൊല്ലപ്പെട്ടതായിട്ട് നമുക്കറിയാം. 6 പേരുടെയും ബോഡി US എത്തിയിട്ടുണ്ട്. അതിന്റെ ക്രീമേഷൻ ഇന്ന് നടക്കും എന്നാണ് വിചാരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് അതിൽ പങ്കെടുക്കും. ഇനി ഇസ്മായിൽ ഖ്വാനി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഖമനേയിയുടെ ഒളിയിടം കാട്ടിക്കൊടുത്തത് എന്നൊരു വാർത്ത ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ക്വിഡ് ഫോഴ്സുകളുടെ തലവനാണ്. ക്വിഡ് ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഹെസ്ബുള്ളയാണ്. ഹെസ്ബുള്ള, ദെൻ ഹമാസ്, ഹൂത്തി, ഇങ്ങനെയുള്ള ഇറാനിന്റെ കൈകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇറാന് പുറത്തുള്ള ഈ ഭീകര സംഘടനകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതലയുള്ള വളരെ പ്രധാനപ്പെട്ട, അതായത് IRGC കമാൻഡറിന്റെ ഈക്വലന്റ് പൊസിഷനിലിരിക്കുന്ന, ഈക്വലന്റ് അധികാരവും ഈക്വലന്റ് ക്ലൗട്ടുമുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ് ഇസ്മായിൽ ഖ്വാനി എന്ന് പറയുന്ന ആൾ. ഈ ഇസ്മായിൽ ഖ്വാനി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു 4-5 വർഷമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു പ്രധാന വ്യക്തി എന്നൊരു വാർത്ത ഖമനേയി കൊല്ലപ്പെട്ട സമയത്ത് വന്നിരുന്നു. കാരണം ഇയാൾ എപ്പോഴും ഖമനയുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷെ അന്ന് ആക്രമിക്കപ്പെട്ടപ്പം ഇദ്ദേഹം അവിടെ കൊല്ലപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നു, ഈ ഇസ്മായിൽ ഖാനിനെ IRGC തൂക്കിലേറ്റി എന്ന് പറഞ്ഞൊരു വാർത്ത ഇന്നലെ ഉച്ചയോടെ വന്നിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്മായിൽ ഖ്വാനി സുരക്ഷിതനായി ഇസ്രായേലിലുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലിലേക്ക് എത്തി, അദ്ദേഹം സുരക്ഷിതനായിട്ട് ഇസ്രായേലിൽ എവിടെ താമസിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് IDF-ന്റെ വെബ്സൈറ്റിലാണ് ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. ദെൻ സ്കൂൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത, ഇറാനിൽ നിന്നാണ്ട് 170 കുട്ടികൾ മരിച്ചു, 140 എന്ന് പറഞ്ഞു, പിന്നീട് 150 എന്ന് പറഞ്ഞു, പിന്നീട് 170 എന്ന് പറഞ്ഞു, ഇപ്പം 200 പെൺകുട്ടികൾ മരിച്ചു. അപ്പം US-ന്റെ മിസൈൽ വീണ, മനഃപൂർവ്വം സ്കൂളിലേക്ക് മിസൈൽ വിട്ട US-ഉം ഇസ്രായേലും കൂടി വിദ്യാർത്ഥിനികളെ വധിച്ചു എന്നൊരു വാർത്ത അന്ന് വന്നിരുന്നു. ട്രംപ് ഇന്നലെ പറഞ്ഞു ഞങ്ങളൊരു പ്രാഥമിക അന്വേഷണം നടത്തി, അത് ഞങ്ങളുടെ മിസൈൽ അല്ല, അത് IRGCയുടെ മിസൈൽ തന്നെ വീണതാണ്. ഒന്നുകിൽ അവന്മാർ ആകാശത്തോട്ട് പൊക്കിയ വേണം, അവിടെ തന്നെ വീണ് പൊട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയായിരിക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ എന്തായാലും ശരി, അത് ഇറാന്റെ പണി തന്നെയാണ് ആ കുട്ടികളെ കൊന്നത് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദെൻ ഇറാന്റെ ഒരു ഫ്രഷ് വാട്ടർ മേക്കിംഗ് ഫെസിലിറ്റി, അവിടെ എല്ലാ ഉപ്പുവെള്ളം നമുക്കറിയാം, കടൽ വെള്ളം ആവിയാക്കിയിട്ടാണ് അവിടെയൊക്കെ ഫ്രഷ് വാട്ടർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫ്രഷ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഫെസിലിറ്റി ഇസ്രായേലും മിസൈൽ ചെയ്ത് തകർത്തിട്ടുണ്ട്. അത് വലിയ ദുഷ്ടതയാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിലും ബഹ്റൈനിലും ഈ പണി ഇറാൻ കാണിച്ചിരുന്നു. അവർ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഡീസാലിനേഷൻ പ്ലാന്റുകൾ മിസൈൽ അയച്ച് അവർ തകർത്ത് കളയുന്നു. അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. അവരുടെ നാട്ടിൽ ഡീസാലിനേഷൻ പ്ലാന്റ് പോയപ്പം അത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ഇന്ന് ഇറാനിൽ ഒരു പുതിയ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവരുടെ കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ഇന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ ലോക്കൽ മീഡിയ, ഇറാനിലെ ലോക്കൽ മീഡിയയിലൊക്കെ ആ വാർത്ത വന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ കിട്ടണം നമുക്ക് അൽ ജസീറ നോക്കാൻ നിവർത്തിയില്ല. അൽ ജസീറയ്ക്ക് മാത്രമാണ് ഇറാനിൽ നിന്ന് ലൈവ് റിപ്പോർട്ടിംഗ് സാധ്യമാവുന്നത്. അപ്പം അവർ പറയുന്നതനുസരിച്ച് ഇന്ന് അവിടെ ലീഡർഷിപ്പ് കൗൺസിൽ കൂടും. മിക്കവാറും കൂടുന്ന വഴിക്ക് ഇസ്രായേൽ മൊത്തം എല്ലാത്തിനും ഇന്ന് കത്തിക്കാനും സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാം, ഇന്ന് ആരാണ് ഇവർ നേതാവ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. നെതന്യാഹു ഇന്ന് പല സർപ്രൈസുകളും ഉണ്ടാവും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പല പുതിയ നല്ല നല്ല സർപ്രൈസുകൾ വരാൻ പോകുന്നു. അപ്പൊ അതിൽ ഞാൻ കാണുന്ന ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് മിക്കവാറും ഈ പെഷേസ്കിയാൻ തന്നെയായിരിക്കും ഈ ട്രംപ് കണ്ടുവച്ച ലീഡർ എന്നാണ് എൻ്റെ നല്ലൊരു സംശയമുള്ളത്. കാരണം പെഷേസ്കിയാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് മനുഷ്യർ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അയാൾക്ക് ഈ അമേരിക്കയുടെ ഇസ്രായേലിന്റെ പവറിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള മനുഷ്യനാണ്. അരാക്ചി ആയിക്കൊള്ളട്ടെ, പെഷേസ്കിയാൻ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ നല്ല വിവരമുള്ള മനുഷ്യരാണ്.
അപ്പം അതിനിടയിലൂടെ ലാരിഞ്ചാനി ഇന്നലെ അദ്ദേഹം ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ല, ഇന്നലെ ലാരിഞ്ചാനി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഈ പെഷേസ്കിയാന്റെ പ്രസ്താവനയ്ക്ക് പുറമെ. വസ്തുത ലാരിഞ്ചാനിയാണ് ഇപ്പോൾ ഇറാനിലൂടെ ഏറ്റവും സുപ്രീം ഫിഗർ ലാരിഞ്ചാനിയാണ്. കാരണം അയാൾക്കാണെങ്കിൽ റിക്സും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പഴയ സ്പീക്കറൊക്കെയാണ്. അപ്പൊ അദ്ദേഹം പിന്നെ കീഴടങ്ങില്ല എന്നൊക്കെയുള്ള പ്രസ്താവന അത് ഈ പ്രസിഡന്റിന്റെ പ്രസ്താവന, പെഷേസ്കിയാന്റെ പ്രസ്താവന എൻഡോഴ്സ് ചെയ്യുന്നതാണോ അല്ല എതിർക്കുന്നതാണോ നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ളത്. എന്നാലും പെഷേസ്കിയാനെ എതിരെന്ന് തോന്നിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ ഇതിൽ ഒരാൾ ഒന്നുകിൽ ലാരിഞ്ചാനി അല്ലെങ്കിൽ പെഷേസ്കിയാൻ, ഇതിൽ ഒരാളായിരിക്കണം മോസ്റ്റ് പ്രോബ്ലി ട്രംപ് കണ്ടുവച്ച ആളെന്നാണ് എന്റെ ഒരു ചിന്ത. അപ്പൊ അത് എവിടെ വരും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും ഇവർക്ക് മിലിറ്ററി ലീഡർഷിപ്പുമായി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഇവർക്ക് അകൽച്ചയുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ട്, മിലിറ്ററി ലീഡർഷിപ്പ് ഇവരെ അനുസരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ മിലിറ്ററി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ IRGC ആണ് ഞാൻ പറഞ്ഞു, അത് രാജ്യത്തിന്റെ മിലിറ്ററി അല്ല. അപ്പൊ ഇന്നലെ ഈ വീക്കിലി അസസ്മെന്റ് പോലെ ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: വി ഹാവ് വൈപ്ഡ് ഔട്ട് their navy 44 ships. We have wiped out their air force, every plane. We have wiped out most of their missiles. You see, the missiles aren't coming much anymore. We have also hit their manufacturing areas where they make the missiles where they make the missiles. Their drone capacity is way down, and we have hurt them where it hurts, including about every form of leadership you can have. We have wiped them out, he claimed. We have hit the manufacturing very hard. They are at about 9% of what they have sent out in the first 2 days, and we think that is because they don't have that much. എന്ന് പറഞ്ഞാൽ 91% ഇവരുടെ മിസൈൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി തീർന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. We have also knocked out about 70% of the rockets of the rocket launchers. The launchers are a very big deal, very hard to get, very expensive. Trump added. അവരുടെ റോക്കറ്റ് ലോഞ്ചേഴ്സിന് 70% തകർത്ത് കളഞ്ഞു എന്നാണ് ട്രംപിന്റെ അസസ്മെന്റ് ഉള്ളത്. അതിനിടയിലൂടെ ഇന്നലെ സ്റ്റാമർ UK പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഞങ്ങളുടെ 2 പ്ലെയിൻ കാരിയേഴ്സ് വിമാനവാഹിനികളെ ഈ ഗൾഫ് യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടി അയക്കാവുന്നുണ്ട്. അപ്പൊ ട്രംപ് പറഞ്ഞു വേണ്ട, നിങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു സമയം ഉണ്ടായിരുന്നു, ആ സമയം നിങ്ങളെ തന്നില്ലല്ലോ, ഇനി നിങ്ങളുടെ വിമാനവാഹിനി വേണ്ട, കാരണം ഈ യുദ്ധം ഞങ്ങൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇനി ജയിച്ചു കഴിഞ്ഞ യുദ്ധത്തിന്റെ ജയത്തിന്റെ പങ്ക് പറ്റാനായി നിങ്ങളുടെ വിമാനവാഹിനികളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് സ്റ്റാമറിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സ്റ്റാമറിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അദ്ദേഹം ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പിടിയിലാണ് അദ്ദേഹത്തിന്റെ കഴുത്തുള്ളത്. ലെഫ്റ്റിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും ഒക്കെയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് ഈ സ്റ്റാമർ ആദ്യം ഈ യുദ്ധത്തിന് ഞങ്ങൾ എതിരാണ്, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ഞങ്ങൾ പങ്കെടുക്കുകയില്ല, ഞങ്ങളുടെ എയർബേസുകൾ ഉപയോഗിക്കാൻ പറ്റിയാണെന്നൊക്കെ പറഞ്ഞത്. ഏതൊക്കെയാലും ഇറാൻ അടിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ അടി തന്നെ സ്റ്റാമറിന്റെ കരണം കുറ്റിക്ക് പൊട്ടിച്ചു. കാരണം ഇതുകൊണ്ടൊന്നും ഇസ്ലാമിക തീവ്രവാദി അടങ്ങിയിരിക്കുകയില്ല. അവനെ സംബന്ധിച്ച് അവന് ലോകത്തിൽ ചില എണ്ണപ്പെട്ട ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ അവന്റെ കൂടെ നിന്നാലും അവന് കഞ്ഞിവരി കൊടുത്താലും അവൻ ആ കൈക്കിട്ട് കടിക്കും. അത് യൂറോപ്പിലെ എമ്പാടും നിങ്ങൾ കാണുന്ന കാര്യമാണ്. അവരുടെ വീടുകളിൽ അഭയാർത്ഥികളായി തെണ്ടി വിളിച്ച് ചെന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി അവർക്കെല്ലാം കഞ്ഞി ഒഴിച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അവർ പാഞ്ഞ് ഇവരുടെ കൈക്കിട്ട് കടിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് എങ്ങനെ കൈയെടുക്കുമെന്ന് അറിയാതെ ഇപ്പം അവന്റെ പക്ഷം ചേർന്ന് സംസാരിക്കേണ്ട ഗതികേടിലാണ് സ്റ്റാമർ അടക്കമുള്ള ആളുകളെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. കാരണം ഈ കൂട്ടർക്ക് ഉപകാരം ചെയ്യും, തീവ്രവാദിക്കിട്ട് ഉപകാരം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അവൻ ഒരിക്കലും അവന്റെ ഉള്ളിലെ ആ വിഷത്തിന് ഒരു മയം വരുത്തുകയില്ല. അവനെ സംബന്ധിച്ച് ലോകത്തിലെ എണ്ണപ്പെട്ട ചില ശത്രുക്കളുണ്ട്. അത് 6-ാം നൂറ്റാണ്ടിൽ അവന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആ പുസ്തകത്തിനകത്തുള്ളത് അവൻ ചെയ്യത്തുള്ളൂ. കാരണം 3 വയസ്സ് അവന്റെ തലക്കകത്ത് അടിച്ച് കയറ്റി വെച്ചതാണ്. അപ്പൊ അവനെ തിരുത്താമെന്ന് വിചാരിക്കേണ്ട. അവന്റെ അടുത്ത് ഈ ട്രംപും നെതന്യാഹുവും ഒക്കെ തന്നെ ഉപയോഗമുള്ളൂ. തീർത്ത് കളയുക, അതല്ലാതെ വേറെ ഇതിനകത്ത് വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അത് ബോധമുള്ള മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നവർക്ക് ബോധമുണ്ട്. കാലത്തിനൊത്ത് ജീവിക്കാൻ അറിയാം. ഏതോ കാലത്ത് പറഞ്ഞത് അതുപോലെയല്ല അനുസരിക്കേണ്ടതെന്നും കാലത്തിനൊത്ത് മോഡിഫൈ ചെയ്യപ്പെടേണ്ടതാണെന്നും ബോധമുള്ളവർക്ക് മനസ്സിലാകും. അവരതിനനുസരിച്ച് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് അവര് ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു, അവര് ഈസ്റ്റേൺ ബോർഡറിൽ, ലെബനോണിന്റെ ഈസ്റ്റേൺ ബോർഡറിൽ ഹെലികോപ്റ്റർ അറ്റാക്ക് നടത്തിയിരുന്ന കാര്യം നമ്മൾ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. അവിടെ ഇസ്രായേലി ഭടന്മാരെ തല്ലി തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഒരു റോൺ അർണാദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. റോൺ അർണാദ് 40 വർഷം മുമ്പ് ലബനീസ് യുദ്ധകാലത്ത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ നബീച്ചിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു എയർഫോഴ്സ് പൈലറ്റാണ്. അപ്പൊ അവിടെ അന്ന് ഇസ്ലാമിക തീവ്രവാദികൾ വീഴ്ത്തിയ ഫ്ലൈറ്റിലുണ്ടായിരുന്ന അതിന്റെ പൈലറ്റായിരുന്നു റോൺ അമാദ്.
അപ്പം അദ്ദേഹത്തെ തരപ്പിയാണ് ഇന്നലെ പ്രധാനമായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഏരിയയിൽ, ആ ഈസ്റ്റേൺ ഏരിയയിൽ സിറിയൻ ബോർഡറിൽ നിന്ന് അവർ ഹെലികോപ്റ്ററിൽ പാരാട്രൂപ്പേഴ്സിനെ ഇറക്കിയത്. അപ്പൊ ആ പാരാട്രൂപ്പേഴ്സ് അവിടെ യുദ്ധം ചെയ്ത് ഇയാളുടെ ഡെഡ് ബോഡി 40 വർഷം കൂടെ ബോഡിയാന്ന് ഓർക്കണം, അത് റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ പോയത്. അവർ ആ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ഭാഗങ്ങളൊക്കെ സെർച്ച് ചെയ്തു. അതിനിടയിലുള്ള ഹിസ്ബുള്ളയുമായിട്ട് അവർ ഫൈറ്റ് ചെയ്തു. അതില് 41 ഹിസ്ബുള്ളകളെ അവർ ഇന്നലെ അവിടെ വധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരോട് തിരിച്ചു പോവുകയും ചെയ്തു. ഈ പറഞ്ഞ ബോഡി അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഏരിയയിൽ അങ്ങനെ ഒരു ബോഡി ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ, ഈ 40 വർഷമായി ഇദ്ദേഹത്തിന്റെ റെമനൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് കാത്തിരിക്കുന്ന ഈ റോൺ അറാൻഡിന്റെ കുടുംബത്തെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ എത്ര കീനാണെന്ന് ആലോചിക്കുക. അവരുടെ ഓരോ പൗരന്മാരെ കുറിച്ച്, ഓരോ പഠനെ കുറിച്ച് എത്ര കീനാണ്. നേരെ മറിച്ച് ഇസ്രായേലിൽ നിന്ന് വരുന്ന മിസൈലുകളുടെ മുൻപിൽ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തി അത് കൊള്ളിക്കുന്ന ഹമാസിന്റെ ഭീകരരെ കുറിച്ചൊന്നും ചിന്തിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ എടുത്താണ് മിസൈലിന്റെ മുമ്പിൽ വെക്കുന്നത്. എന്നിട്ട് മിസൈൽ വന്നു മുട്ടുമ്പോൾ അവന്റെ തടി രക്ഷപ്പെട്ടു, കൂടാതെ എന്റെ കുഞ്ഞിനെ കൊന്നേ എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര മാധ്യമത്തിന് മുമ്പിൽ ഒരു നിലവിളി. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. 40 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു പഠനം അന്വേഷിച്ച് അവിടെ എത്തുന്ന ഒരു സംസ്കാരമാണ് ഇസ്രായേലിന്റെ സംസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇതാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് വരുന്ന ഒരു അപ് ടു ഡേറ്റ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അസസ്മെന്റ്, ഇന്നലെ പെഷേസ്കിയാന്റെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നെഗോസിയേഷനിലേക്കാണ് ഇത് പോകുന്നത്. പക്ഷെ പെഷേസ്കിയാനെ IRGC അനുസരിക്കുന്ന ഒരു ലെവലിലേക്ക് ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഭരണകൂടവും IRGCയും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഈ ഭരണകൂടത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഡിഫെക്ട് ചെയ്ത് നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സിനെ തന്നെ ടെഹ്റാനിൽ പാരാട്രൂപ്പേഴ്സിനെ ഇറക്കി തന്നെ IRGCയുമായി ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബോർഡറിൽ നിന്ന് പ്രവേശിക്കുന്നതല്ല, പാരാട്രൂപ്പേഴ്സ് ടെഹ്റാനിൽ തന്നെ ഇറങ്ങി IRGCയുമായി ഫൈറ്റ് ചെയ്ത് തലസ്ഥാനം പിടിച്ച് ഭരണം തുടങ്ങുകയും പിന്നീട് ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി രാജ്യം മുഴുവനും IRGCകളെ ഹണ്ട് ചെയ്ത് തീർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുമുണ്ട്. തലസ്ഥാനം ആദ്യം പിടിക്കുക, അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് യുദ്ധം നീങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്.